അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെറുക്കൻ്റെ ആക്റ്റീവ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ അതിൻ്റെ എൻജിൻ നമ്മൾ പൊളിക്കാൻ പോവാണ്. അതിൻ്റെ എൻജിൻ പൊളിച്ചിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ പിസ്റ്റൻ്റെ പരുവം കാണുമ്പോൾ തന്നെ അറിയാം, ഈ പിസ്റ്റൺ പിടിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതിന് നല്ല രീതിക്ക് പാടായിട്ടുണ്ട്, റിങ്സുകളെല്ലാം സ്റ്റക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് അഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വാൽവിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ ചേമ്പർ അല്ല എന്ന് നമുക്കിത് കാണാൻ സാധിക്കും. നല്ല ഓയിൽ കൺസംഷൻ ഉള്ള ഒരു സിലിണ്ടറാണ് നമുക്ക് കാണാൻ സാധിക്കും. അല്ല, ഒരു ഹെഡിൻ്റെ ഫേസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ പിസ്റ്റൺ ഒക്കെ മാറി, അതുപോലെ തന്നെ നമ്മുടെ വാൽവ് പോയിട്ടുണ്ടായിരുന്നു. ആ വാൽവൊക്കെ മാറിയതിന് ശേഷം നമ്മളത് വാൽവ് സീറ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ലേത്തിൽ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്റ്റൺ എല്ലാം റീബോർ ചെയ്ത് റെഡിയാക്കിയ സിലിണ്ടർ. ഇതാണ് നമ്മുടെ പഴയ സിലിണ്ടർ തന്നെ പിസ്റ്റൺ മാറി നമ്മളത് റീബോർ ചെയ്ത് ഓവർ സൈസ് പിസ്റ്റൺ ഇട്ടതാണ്.
അപ്പോൾ ഇതെല്ലാം നമ്മൾ ലേത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ എഞ്ചിൻ ഫുള്ള് പീസാക്കേണ്ട ആവശ്യമില്ല. ഈ ഹാഫ് എഞ്ചിൻ തന്നെ ചെയ്ത് നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വേറെ പാട്ട് പാടാൻ തീർന്നോ? അപ്പോൾ നമ്മൾ ഈ പിസ്റ്റനും അതുപോലെ വാൽവും ഒക്കെ മാറിയത് കൂടാതെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി ഇതിൽ മാറുന്നുണ്ട്. നമ്മുടെ ചെയിൻ ബാഡ്, ടെൻഷനർ തുടങ്ങിയ സാധനങ്ങൾ കൂടി നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയിൻ ബാഡ് മാറിയതിന് ശേഷമാണ് നമ്മൾ പിസ്റ്റനൊക്കെ ഇട്ടിട്ട് സിലിണ്ടറൊക്കെ വെച്ച് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയിൻ ബാഡ് മാറാൻ പോകാം. അപ്പോൾ നമ്മുടെ ഒരു പിസ്റ്റന് പ്രധാനമായിട്ടും 3 റിങ്സ് ആണ് ഉള്ളത്. 2 കംപ്രഷൻ റിങ്ങും ഒരു ഓയിൽ റിങ്ങും ആണ് ഉള്ളത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആ റിങ്സ് പിസ്റ്റനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻഡ് ഗ്യാപ്പ് ഒരേ ലൈനിൽ വരാൻ പാടില്ല. അങ്ങനെ ഒരേ ലൈനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സസീവ് ഓയിൽ കൺസംഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ ഓയിൽ, എഞ്ചിൻ ഓയിൽ പിസ്റ്റൻ ടോപ്പിലെത്തി കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് 120 ഡിഗ്രിയാണ് പറയണത്. എങ്കിലും നമ്മൾ അത് ഒരേ ലൈനിൽ എത്താത്ത രീതിക്ക് ഈ ഒരു സ്റ്റഡുകളെ നോക്കി അതിൻ്റെ ഒരു അടയാളത്തിൽ അങ്ങോട്ട് ഇടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ റിങ്സുകളെ ഇൻസ്റ്റാൾ ചെയ്യാം പിസ്റ്റനിലേക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ പിസ്റ്റണിലേക്ക് റിങ്സ് എല്ലാം നല്ല കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ സിലിണ്ടറിനുള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഇത് സിലിണ്ടർ ഫിക്സ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുന്ന ഇൻലെറ്റിൻ്റെ ഭാഗത്തെ വെട്ട് വലുതായിരിക്കും, അവിടെ ഇന്നെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒന്നിച്ചിറക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ സിലിണ്ടർ കിറ്റിൽ നമ്മുടെ എൻജിനിലേക്ക് ഇറക്കി വെക്കാൻ പോകണം സിലിണ്ടർ കിറ്റ്. അപ്പോൾ നമ്മുടെ ടൈമിംഗ് ചെയിൻ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിലൊരു വള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്റ്റൺ പിന്നിടണം. പിസ്റ്റൺ പിന്നിടുന്നതിന് തൊട്ടുമുമ്പാടായിട്ട് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു തുണിയോ വേസ്റ്റോ എന്തെങ്കിലും വെച്ചിവിടെ അടച്ചു വെക്കേണ്ടതുണ്ട്. കാരണം പിസ്റ്റൺ പിന്നി ഇടുന്ന സമയത്ത് അതിൻ്റെ ലോക്ക് എൻജിൻ്റെ ക്രാങ്കേസിനുള്ളിലേക്ക് പോയാൽ പിന്നെ അത് നമുക്ക് പണിയാവും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെയിൻ പാഡിൻ്റെ രണ്ടാമത്തെ പീസ് ഇടണം. അപ്പോൾ അത് നമുക്ക് ഈ ഒരു റോഡിനകത്ത് ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെഡ് ഗ്യാസ്കറ്റ് ഇടാം. ഇനി നമുക്ക് നമ്മുടെ ഹെഡ് വെക്കാം. നമുക്ക് നമ്മുടെ ക്യാമും റോക്രാം അസംബ്ലി അങ്ങോട്ട് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ഇത് പിസ്റ്റൺ പിടിച്ചതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓയിൽ പമ്പ് നമ്മൾ മാറി വിടുന്നുണ്ട്. അപ്പോൾ ആ ഓയിൽ പമ്പ് നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യാം.
ഒരു പൊതിയിൽ ഫുള്ളാണ്. ടൈമിംഗ് ഉണ്ടോ? സാറിന് നമ്മൾ സെൻട്രലൊരു നട ഇതിലെ കാണാം. അപ്പോൾ നമ്മളാണ്ട് എൻജിൻ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് വണ്ടിയിലോട്ട് കയറ്റാൻ പോവാണ്. കയറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യാൻ പോവാണ്.